രേഷന്ദ്ര ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം മമ്മൂക്കയെക്കുറിച്ചും ലാലേട്ടനെയൊക്കെക്കുറിച്ചും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് മമ്മൂക്കയോട് എനിക്ക് അല്പം കൂടെ സ്നേഹം തോന്നുന്ന രീതിയിൽ ആണ് എൻ്റെ വീഡിയോസ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. എനിക്കതിനകത്ത് യാതൊരു വിഷമവും ഇല്ല. ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ലാലേട്ടനെ നമ്മൾ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കാര്യം അദ്ദേഹം തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന സ്ക്രിപ്റ്റിനകത്തുള്ള പ്രശ്നം, അല്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ഒന്നുകിൽ അദ്ദേഹം തന്നെ പറഞ്ഞ കണക്ക് ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പുതുമുഖങ്ങളായിട്ടുള്ള ഡയറക്ടർമാർ വന്ന് പറയുന്ന കഥകൾ തന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല എന്നും, അല്ലെങ്കിൽ ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന കഥ ആന്റണി പെരുമ്പാവൂരിന് ഇഷ്ടപ്പെടുന്നില്ലെന്നും, ആന്റണി പെരുമ്പാവൂർ ഇഷ്ടപ്പെടുന്ന കഥ ലാലേട്ടൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടൊക്കെയാണ് അത്തരത്തിലുള്ള സിനിമകൾ പുതുമുഖ ഡയറക്ടേഴ്സിൻ്റെ സിനിമകളിലേക്ക് പോകാത്തതെന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറേ സിനിമകൾ നമ്മൾ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക സിനിമകളും തിയേറ്ററിൽ പരാജയമായി മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അദ്ദേഹത്തിനെ വിമർശിക്കുന്നതിനകത്ത് തെറ്റുണ്ടോ? ഇല്ല. ആ രീതിയിൽ ലാലേട്ടനെ ഞാൻ വിമർശിച്ചാൽ ഞാനൊരു കടുത്ത മമ്മൂക്ക ഫാനാവോ എന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം. പക്ഷേ ഞാനൊരു മമ്മൂക്ക ഫാനാണെന്ന് എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾക്കറിയാം. അതുപോലെ മറ്റൊരാളുടെ വീഡിയോ കാണുന്ന നമുക്കും അറിയാം. കാര്യം നമ്മളെല്ലാവരും അരിയാഹാരമൊക്കെ കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറത്ത് ന്യായീകരിക്കാൻ ഒരിക്കലും ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ കണ്ട സമയത്ത് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രശ്നമല്ല, കാര്യം എൻ്റെ കാര്യമല്ല, അവൻ്റെ കമൻറ്റ് ബോക്സിൽ എന്നെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുമ്പം അതിൻ്റെ യൂട്യൂബിൽ യൂട്യൂബർ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരും അത് തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഇത് രണ്ട് ആൾക്കാരാണെന്ന്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനൊരു മറുപടി പറയുന്നത്. കാര്യം എനിക്ക് ഇതിനെക്കുള്ള മറുപടി പറയുന്നത് വെച്ചാൽ അത് അദ്ദേഹം ആദ്യം പറയുന്നത് വെച്ചാൽ മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരകഥ പരാജയമാണെന്ന് അദ്ദേഹം ഒരു കണക്ക് നിരത്തുന്നത്. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ കണക്ക് കിട്ടുന്നത്? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞു, ഇപ്പോൾ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള അവരുടെ റീമാസ്റ്റർ ചെയ്തു വന്നതിന് എത്ര രൂപയായെന്ന് അവരാധികാരികമായി പറഞ്ഞിട്ടില്ല. വിത്ത് റെക്കോർഡ്സ് അവരൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അതിന് ഇത്ര രൂപയായി, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ഇത്ര ആയതുകൊണ്ട് വടക്കൻ വീരകഥയ്ക്ക് ഇത്ര ആയിട്ടുണ്ട് എന്ന് എങ്ങനെ ഒരു അസ്യൂം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഒരു കണക്ക് കൂട്ടാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് വടക്കൻ വീരകഥ മമ്മൂക്കയുടെ മറ്റു റിലീസുകളെ കുറിച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വടക്കൻ വീരകഥ ഒരു പരാജയമാണെന്ന്. അങ്ങനെ എനിക്ക് തോന്നുന്നു ലാലേട്ടനെ കടുത്ത് അനുകൂലിക്കുന്ന ഒരുപാട് യൂട്യൂബർമാരൊന്നും അത്തരത്തിലുള്ള രീതിയിൽ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. കാര്യം മമ്മൂക്കയുടെ ആവനാഴി എന്ന് പറയുന്ന സിനിമ ഒരു പരാജയമായപ്പം, അല്ലെങ്കിൽ വലിയേട്ടൻ എന്ന് പറയുന്ന സിനിമയ്ക്കും പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമകളും ഒക്കെ മോശമായപ്പം മമ്മൂക്ക റിലീസുകളിൽ അടി പതറുന്നു എന്ന് ചോദിച്ചിട്ട് ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയെ വിമർശിച്ച് എത്ര വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ ചോദിക്കുമ്പോഴത്തേക്ക് ഇപ്പം ആ യൂട്യൂബർ തന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ലാലേട്ടനെ വിമർശിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ ഞാൻ മമ്മൂക്കയെ വിമർശിക്കുന്നതിന് കാരണങ്ങളില്ലേ? ഉണ്ട്. എല്ലാവരും പറയുന്നതിനകത്ത് കാരണമുണ്ട്. കാര്യം ഇപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹം മമ്മൂക്കയെ അല്ലെങ്കിൽ ലാലേട്ടനെ വിമർശിച്ചതിനെക്കാട്ടിൽ കൂടുതൽ ഞാൻ മമ്മൂക്കയെ വിമർശിച്ചിട്ടുണ്ട്, മമ്മൂട്ടി കമ്പനിയെ വിമർശിച്ചിട്ടുണ്ട്, മമ്മൂക്കയെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആരെയൊക്കെ എത്രയൊക്കെ വിമർശിച്ചാലും നമ്മളെ ഏതെങ്കിലും ഒരാളോടുള്ള നമ്മുടെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ചായ്വ് എല്ലാവർക്കും അറിയാം. ഇപ്പം അദ്ദേഹം തന്നെ പറഞ്ഞ കണക്ക് വടക്കൻ വീരാതെ അദ്ദേഹത്തിൻ്റെ ഒരു പരാജയമാണെന്ന് സ്ഥാപിച്ചെടുക്കണം. അത് പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാര്യം അത്തരത്തിൽ ചിന്തിക്കുന്നത് ഇപ്പോൾ ആവനാഴിയോ പാലേരി മാണിക്കോ അല്ലെങ്കിൽ വലിയേട്ടൻ പോലുള്ള സിനിമകൾ പരാജയമാണെന്ന് മറ്റാരും പറയണ്ട, അതിനു മുമ്പ് അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ വടക്കൻ വീരാതെ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും ഇത് ഈ ലാലേട്ടൻ ഫാൻസിന് മമ്മൂക്കയുടെ എല്ലാ റിലീസുകളും പരാജയപ്പെട്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന്. പിന്നെ അദ്ദേഹം പറയുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമ ഒരുപക്ഷെ ബിസിനസ്സിലൂടെ ലാഭം ഉണ്ടാക്കി കാണും. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമ എങ്ങനെ വിജയിച്ചു എന്ന് പറയുന്നു. ഞാൻ അതിന് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇപ്പോൾ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പോലും അതിനകത്ത് പറയുന്ന 8 കോടി 9 കോടിയാണ് അതിൻ്റെ ബഡ്ജറ്റ് എന്നാണ്. നമ്മൾ ആദ്യം മുതൽ അത് കേൾക്കുന്ന അതിൻ്റെ 8 കോടിയാണ് ബഡ്ജറ്റ്. അപ്പം അവിടെ ഇപ്പം മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തുനിന്ന് പറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് പറയുന്ന അതിൻ്റെ ബഡ്ജറ്റായി 8 കോടി ആ യൂട്യൂബർ ഉൾപ്പെടെയുള്ള ലാലേട്ടൻ ഫാൻസ് ആരും അംഗീകരിക്കാൻ തയ്യാറല്ല. അവർക്ക് സുരേഷ് കുമാർ പറയുന്ന 19.5 കോടി 20 കോടിയാണ് അവരവിടെ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ളൊരു കണക്ക് ഇവർ പുറത്തുവിടണം. അല്ലാതെ മമ്മൂക്കയുടെ സിനിമയ്ക്ക് 20 കോടിയായെന്ന് ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പം അങ്ങനെ പറയുമ്പം അത് മമ്മൂക്കയുടെ 20 കോടിയായി. ഇന്നും ആ വീഡിയോയ്ക്കകത്ത് യൂട്യൂബർ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 20 കോടിയായിട്ടുണ്ട് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. അപ്പോൾ ഡൊമിനിക് എങ്ങനെ വിജയമാവും? അപ്പോൾ 20 കോടി ആയിട്ടുണ്ടെന്നുള്ള കണക്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് 20 കോടിയുടെ കണക്കായിട്ടുള്ളത് കിട്ടിയതെന്ന് എനിക്കൊന്ന് അറിയണം. കാര്യം സുരേഷ് കുമാർ പറഞ്ഞതല്ലാതെ അദ്ദേഹത്തിന് എന്ത് രേഖയാണ് 20 കോടി ആ സിനിമയ്ക്ക് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ അത് പരാജയമാണെന്ന് പറയാൻ ശ്രമിക്കുന്ന ചില ലാലേട്ടൻ ഫാൻസിനോടൊപ്പം ചേരുന്ന യൂട്യൂബർമാരെയും നമ്മൾ അങ്ങനെയല്ല നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് എന്താ തെറ്റ്? പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ ചെറിയൊരു സിനിമയായിട്ടുള്ള നേര് വലിയ വിജയം നേടിയപ്പോൾ മമ്മൂക്കയുടെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ഭീഷ്മപർവ്വത്തിൻ്റെ കളക്ഷൻ ഒപ്പമെത്തി, അല്ലെങ്കിൽ അതിനടുത്തെത്തി എന്ന് അദ്ദേഹം പറയുന്നത്. ഈ ലാലേട്ടൻ്റെ നേരെന്ന് പറയുന്ന സിനിമ വിജയിച്ചതിന് ലാലേട്ടനെ അധികം അങ്ങ് പൊക്കിക്കൊണ്ട് നടക്കേണ്ട കാര്യം അത് ജിത്തു ജോസഫിൻ്റെ സിനിമയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു
നായകനാക്കി എടുത്താൽ പോലും നമുക്കറിയാം, ജിത്തു ജോസഫ് അങ്ങനെ എടുത്താൽ പോലും വിജയിപ്പിക്കാൻ പറ്റും. അപ്പോൾ ലാലേട്ടനെ പോലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു നടൻ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കകത്ത് വരുമ്പോഴത്തേക്ക് ജിത്തു ജോസഫിന് ഒരു വലിയ വിജയം നേടിയെടുക്കാനാണോ പറ്റാത്തത്? അതുകൊണ്ട് ജിത്തു ജോസഫിൻ്റെ ക്രെഡിറ്റിലുണ്ടാക്കിയ വിജയം ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ ഭീഷ്മപൂർവ്വമായിട്ട് താരതമ്യം ചെയ്യുന്നത് അതിലും നമുക്കറിയാം വ്യക്തമായിട്ട് ലാലേട്ടനോടുള്ള സ്നേഹവും മമ്മൂക്കയോടുള്ള ആ ഒരു വിരോധവും എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ. പിന്നെ എമ്പുരാനും ബസുക്കയും തമ്മിൽ, എമ്പുരാൻ വലിയ വിജയമാവുമെന്ന് പറയുമ്പം അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹം എങ്ങനെയാണ് ബസുക്ക വലിയ വിജയമാവുമെന്ന് പറയുന്നതെന്ന്. എമ്പുരാൻ വലിയ ബഡ്ജറ്റിൽ വരുന്നതല്ലേന്ന്. വലിയ ബഡ്ജറ്റിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അത് എത്ര കോടി തിരിച്ചു പിടിച്ചാലാണ് ലാഭമായി തീരുന്നതെന്നും കൂടെ ചിന്തിക്കണ്ടേ? ഇപ്പം 141 കോടി ലാലേട്ടൻ്റെയും പൃഥ്വിരാജിൻ്റെയും പ്രതിഫലം കൂട്ടാതെ എന്ന് ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനോട് പറഞ്ഞ് അത് ഇവരൊക്കെ അംഗീകരിക്കാൻ തയ്യാറാണോ? ഇനി അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ്റെ പ്രതിഫലം കൂട്ടണ്ടെന്ന് വിചാരിക്കാം. കാര്യം ലൈക്കരോടൊപ്പം ആശീർവാദത്തോട് ഉണ്ടായതുകൊണ്ട് വേണ്ട. പൃഥ്വിരാജിന് ഒരു പ്രതിഫലം കൊടുക്കണ്ടേ? അയാൾക്ക് ഒരു 9 കോടി പ്രതിഫലം കൊടുത്തെന്നിരിക്കട്ടെ, ഒരു 150 കോടിയായി. അപ്പോൾ ഈ എമ്പുരാൻ എത്ര തിരിച്ചു പിടിക്കണം? ബസുക്ക അത്രയും വലിയ ബഡ്ജറ്റ് വരുന്ന സിനിമയാണോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് സിനിമയുടെയും കൂടെ മുതൽ മുടക്കും അതിൻ്റെ നിർമ്മാണ ചെലവും കൂടെ നോക്കുമ്പോഴല്ലേ ഒരു സിനിമ ഏറ്റവും വലിയ വിജയമായെന്ന് വിചാരിക്കുന്നത്. 150 കോടി മുടക്കിയ എമ്പുരാൻ തിരിച്ചു പിടിക്കുന്നത് 200 കോടിയാണെങ്കിൽ എമ്പുരാൻ ലാഭമാവുമോ? നേരെ മറിച്ച് 30-40 കോടി മുടക്കിയ ബസുക്ക നാളെ ഒരു 70-80 കോടി മുടക്കിയ തിരിച്ചു പിടിച്ചാൽ ബസുക്ക ഒരു വലിയ നല്ല വിജയമില്ലേ? അപ്പം എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ മമ്മൂക്കയുടെ സിനിമയ്ക്ക് ഇപ്പോൾ നമുക്കറിയാം ബഡ്ജറ്റുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പോട്ടെ ഒരു 20-25 കോടി അല്ലെങ്കിൽ 28 കോടിയായി, നാളെ ഒരു 80-90 കോടി തിരിച്ചു പിടിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് ഒരു വിജയം തന്നെയല്ലേ? അപ്പം പക്ഷേ എമ്പുരാനി 150 കോടി മുടക്കിയ സിനിമയ്ക്ക് ഒരു 200 കോടി തിരിച്ചു പിടിച്ചാൽ അതൊരു ലാഭമാവുമോ? നിർമ്മാതാവ് സേഫ് ആവുമോ അതിനകത്ത്? അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പം ഞാനിപ്പം ഇത്രയും ഡീറ്റെയിൽഡായിട്ടൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല. കാര്യം അവിടെ പരോക്ഷമായിട്ടെങ്കിലും എൻ്റെ ഒരു പേര് സൂചിപ്പിച്ചതിന് ആ യൂട്യൂബർ അദ്ദേഹം പരോക്ഷമായിട്ടൊരു മറുപടി കൊടുത്തതുകൊണ്ട് മാത്രമാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പം അദ്ദേഹം എത്രയൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും അദ്ദേഹം കടുത്തൊരു ലാൽ ഫാൻ തന്നെയാണ്. ഞാനൊരു മമ്മൂക്ക ആരാധനായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നെങ്കിൽ, കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് അദ്ദേഹം ചോദിക്കുന്നത് ലാലേട്ടനെ അല്ലെങ്കിൽ മമ്മൂക്കയെ അധികം വിമർശിച്ചിട്ടില്ലല്ലോ, മമ്മൂക്ക ഫാൻസിനെ അല്ലേ വിമർശിച്ചത്? ഞാനും ലാലേട്ടൻ ഫാൻസിനെയാണ് കൂടുതൽ വിമർശിക്കുന്നത്. ലാലേട്ടൻ ഈ അടുത്ത കാലത്ത് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം പോകുന്ന രീതി ശരിയല്ല സിനിമാ സംബന്ധമായിട്ട്. അതിനെ നമ്മൾ കുറ്റപ്പെടുത്തി നമ്മൾ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മളെന്തെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അതുടനെ നമ്മൾ ലാലേട്ടനോടുള്ള ഒരു വിരോധമാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം ഈ പറയുന്ന യൂട്യൂബർ തന്നെ ഇപ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സൺ എന്ന് പറയുന്ന സിനിമ ഒരു പരാജയമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പം എന്നെ പോലുള്ള ആൾക്കാർ ഈ പറയുന്ന നേരിനും മലൈക്കോട്ടെ ബാലിവനും അല്ലെങ്കിൽ ബറോസ് പോലുള്ള സിനിമയ്ക്ക് ഡീഗ്രേഡിങ് നടക്കുന്നു എന്നും, അല്ലെങ്കിൽ ഈ ഡീഗ്രേഡിങ് നടക്കുന്നു എന്ന് പറയുമ്പം അത് പരോക്ഷമായിട്ട് മമ്മൂക്ക ഫാൻസിൻ്റെ നേരെയല്ലേ ഞാൻ പോലും പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമ്മളങ്ങ് മമ്മൂക്ക ഫാനും ബാക്കിയുള്ളവരെല്ലാവരും സത്യസന്ധമായിട്ടുള്ള പാതയെ കൂടെ പോകുന്നവരുമാണെന്ന് പറയുന്നതിനകത്താണ് എനിക്ക് എതിർപ്പ്. നമുക്കങ്ങനെ ആണെങ്കിൽ അത് തുറന്നു പറയാനുള്ളൊരു തൻ്റെ ഇടം വേണം. കാര്യം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന, ഇപ്പോൾ എൻ്റെ വീഡിയോ ഈ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഓരോരുത്തരുടെ വീഡിയോയും യൂട്യൂബിൽ കാണുന്ന ആൾക്കാരെല്ലാവരും അരിയാഹാരം കഴിക്കുന്നവർ തന്നെയാണ്. അവർക്കെല്ലാവർക്കും മനസ്സിലാവും ആരുടെ ഫാനാണ് ഏതൊക്കെയാണെന്നുള്ളത്. നമ്മൾ അത്രയൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാൽ, ഇപ്പം നാളെ ഞാനൊരു മമ്മൂക്ക ഫാനല്ല, ഞാനൊരു ലാലേട്ടൻ ഫാനാണ്, അല്ലെങ്കിൽ ഞാനൊരു നിഷ്പക്ഷനാണെന്നൊക്കെ പറഞ്ഞാലും ഞാൻ എത്രയൊക്കെ പറയാൻ ശ്രമിച്ചാലും എന്നെക്കാട്ടിലും ബുദ്ധിയുള്ള ആളുകളൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ പുച്ഛിച്ച് തള്ളതല്ല ഉള്ളത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഒന്നുകിൽ നമ്മൾ നിഷ്പക്ഷമായിട്ട് ചെയ്യുമ്പം വിത്ത് റെക്കോർഡ്സ് നമ്മൾ സംസാരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയരുത്. നമ്മൾ വെറുതെ ന്യായീകരിച്ച്, കാര്യം ഞാൻ ഒരിടത്തും ന്യായീകരിക്കാൻ പോയിട്ടില്ല ഈ കാര്യത്തിനകത്ത്. അതുകൊണ്ട് മാത്രമായി വീഡിയോ. താങ്ക് യു.